ബംഗളൂരുവിൽ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയുടെ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ച് SITയുടെ അന്വേഷണം. റോയ് ഒന്നിലധികം ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായി കണ്ടെത്തി. എന്നാൽ ആരെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടതെന്ന് വ്യക്തമല്ല. ദുബായിലെ ഇടപാടുകൾ സംബന്ധിച്ചും SIT അന്വേഷിക്കുകയാണ്. റോയ് ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും പ്രധാനപ്പെട്ട ബിസിനസ് രേഖകളും ദുബായിലായതിനാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവ ഹാജരാക്കാൻ കുടുംബത്തോട് ആവശ്യപ്പെട്ടു. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് റോയുടെ വിശ്വസ്തരുടെയും ഓഫീസ് ജീവനക്കാരുടെയും മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. അന്വേഷണ സംഘത്തിന് മുന്നിൽ 3 സാധ്യതകളാണുള്ളത്. റോയിയുടെ ബിസിനസ് ഇടപാടുകളിലെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായി അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള കാരണങ്ങൾ, IT വകുപ്പിന്റെ സമ്മർദ്ദം. എന്നാൽ IT റെയ്ഡിൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് SITയുടെ നിഗമനം. ദുബായിൽ നിന്നും ബംഗളൂരുവിലെത്തിയ റോയിയെ സ്വീകരിക്കാൻ എത്തിയ ഡ്രൈവറുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ മൊഴി അനുസരിച്ച് റോയിയെ സ്വീകരിക്കാൻ 2 ലക്ഷറി കാറുകളാണ് എത്തിയിരുന്നത്. ഒന്നിൽ അദ്ദേഹത്തിന്റെ ലഗേജ്, മറ്റൊന്നിൽ റോയ് തന്നെയാണ് യാത്ര ചെയ്തിരുന്നത്. ഏകദേശം 20 ജോഡി വസ്ത്രങ്ങളും 10 ബ്രാൻഡഡ് ഷൂകളുമായാണ് അദ്ദേഹം എത്തിയത്. ഡ്രൈവറുടെ മൊഴി അനുസരിച്ച് റോയ് സന്തോഷത്തോടുകൂടി തന്നെയാണ് തന്നോട് സംസാരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നതായി തോന്നിയില്ല എന്നുകൂടി മൊഴിയിൽ പറയുന്നുണ്ട്. ബംഗളൂരുവിലെ വീട്ടിൽ ചില നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഹസലുരുവിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് റോയ് താമസിച്ചിരുന്നത്. ആ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ, സന്ദർശക ലിസ്റ്റ്, റൂം ബുക്കിംഗ്, പേയ്മെന്റ് എന്നിവയുടെ വിവരങ്ങൾ നൽകുവാൻ ഹോട്ടൽ മാനേജ്മെന്റിനോട് SIT നിർദ്ദേശിച്ചു. CJ റോയിയുടെ ഫോൺ കോൾ രേഖകളും പരിശോധിക്കുന്നുണ്ട്. റോയ് നിരവധി ഇന്റർനെറ്റ് കോളുകൾ നടത്തിയതായാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ആരോടാണ് അദ്ദേഹം ബന്ധപ്പെട്ടതെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ കോളുകളുമായി ബന്ധപ്പെട്ട IP അഡ്രസ്സുകൾ സൈബർ സെല്ല് കണ്ടെത്തുകയാണ്. എന്തായാലും 9 പേജുള്ള റോയിയുടെ ആത്മഹത്യാ കുറിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടുണ്ടെന്നാണ് ഡയറി കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. പണം നൽകാനുള്ളവരുടെ വിവരങ്ങളും എഴുതിയ റോയി കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുത് എന്നുകൂടി കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതോടെ റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു എന്നാണ് SITയും സംശയിക്കുന്നത്. ആത്മഹത്യ നടന്ന ബംഗളൂരുവിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഡയറിലെ കുറിപ്പുകൾ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകളൊന്നും തന്നെ കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുമില്ല. പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ ദുബായിലാണുള്ളത്. അവ ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കുവാൻ കുടുംബത്തോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയുടെ മരണത്തെ തുടർന്നുണ്ടായ വ്യാജ പ്രചരണങ്ങളിൽ ആശങ്ക വേണ്ടെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയണം. ഏറ്റെടുത്ത പദ്ധതികളെല്ലാം ഉടൻ പൂർത്തിയാക്കും. ബാധ്യതകളില്ലാത്ത സ്ഥാപനമാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്നും പ്രോജക്ടുകൾ 100% വിജയകരമായി പൂർത്തിയാക്കുമെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ TA ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.